ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോ ഇടാൻ കുറച്ച് നേരം വൈകി. നമ്മൾ രാവിലെ അമ്പലത്തിൽ പോയതാണ്. കുറച്ച് ദൂരം ഉണ്ടായിരുന്നു. തിരിച്ച് വന്നിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ട്. അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ നേരം വൈകി. അപ്പോൾ ഇന്ന് നമ്മൾ എടുത്തിട്ടുള്ളത് കപ്പയാണ്. കപ്പ നന്നായിട്ട് കുഞ്ഞ് കഷ്ണാക്കിയിട്ട് മുറിച്ചു കഴുകി എടുത്ത് നമ്മൾ അടുപ്പത്ത് വെച്ചു. നന്നാവില്ല എന്ന് കരുതിയിട്ട് വാങ്ങിച്ച കപ്പയാണ്. അതുകൊണ്ട് തന്നെ കുറച്ചേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. എനിക്കാണെങ്കിൽ കപ്പ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് കഴിക്കാൻ പാടില്ല, തൈറോയിഡ് ഉള്ളത് കൊണ്ട്. ഞാൻ എന്നാലും ഇത് കാണുമ്പോൾ എനിക്ക് വിടാൻ തോന്നാറില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഒരു ആക്രാന്തം. നമ്മുടെ കുട്ടിക്കാലത്ത് നമുക്ക് ഇതൊക്കെയല്ലേ ഫുഡായിട്ടുണ്ടായിരുന്നു. നമ്മുടെ ബാല്യകാലം മുഴുവനും ഞങ്ങളുടെയൊക്കെ കേട്ടോ ബാല്യകാലം മുഴുവനും ഈ കപ്പയൊക്കെ കട്ടൻ ചായയൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇത് നമ്മുടെ ദേശീയ ഭക്ഷണം തന്നെയാണ്. ഇതിനൊഴിവാക്കിയിട്ട് ചിന്തിക്കാൻ പറ്റുന്നില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമ്മൾ കപ്പ ചെറുതായിട്ട് മുറിച്ച് നന്നായിട്ട് വേവിച്ചപ്പോൾ നന്നായിട്ട് കുഴമ്പ് രൂപത്തിൽ അത് വേവുന്നുണ്ട് കേട്ടോ. അതിനകത്തോട്ട് നമ്മളിടുന്നത് കറിവേപ്പില, വറ്റൽമുളക്, കടുക്, പിന്നെ ഉള്ളി. വലിയ ഉള്ളിയാണ് ചെറുതായി കഷ്ണങ്ങളാക്കിയെടുത്ത് അതിനിങ്ങനെ നമ്മൾ ഫ്രൈ ആക്കിയെടുക്കില്ലേ, ഉള്ളി ഫ്രൈ ആക്കിയെടുക്കുന്നത് പോലെ അങ്ങനെ ഫ്രൈ ആക്കിയെടുക്കണം കേട്ടോ. അത് നമ്മൾ ആ കപ്പയിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. ഉപ്പിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. ഈ ഉള്ളി ഫ്രൈ ആക്കി എടുക്കുമ്പോൾ ഇച്ചിരി ഉപ്പിടണം കേട്ടോ. അപ്പോൾ ആ ഉള്ളിക്കകത്ത് ഉപ്പിടുമ്പോൾ രണ്ടും കൂടെ ആകുമ്പോൾ പാകത്തിനുള്ള ഉപ്പാവും. എന്നിട്ട് നന്നായിട്ട് ഫ്രൈ ആക്കിയെടുത്ത് നല്ല ഗോൾഡൻ കളറായതിന് ശേഷം, നമ്മൾ കരിയാൻ പാടില്ല, നല്ല രീതിയിലായതിന് ശേഷം നമ്മൾ ഈ കപ്പ നന്നായിട്ട് ഉടച്ചായിട്ടുണ്ട് കേട്ടോ, നല്ല കുഴമ്പ് രൂപത്തിലായിട്ടുണ്ട്. അതിനകത്തോട്ട് ഇതങ്ങോട്ട് തട്ടി കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് രാവിലെ കട്ടൻ ചായയും കപ്പയും കൂട്ടിയിട്ട് അങ്ങോട്ട് അടിക്കാം. അപ്പോൾ ഇന്ന് അത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.